ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായക്ക് എന്താണ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരു ഐഡിയ വന്നു. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കൊച്ച് 4 മണിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4-5 ഒനിയനും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവോള കനം കുറച്ച് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സവോള ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സവോള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കാം കേട്ടോ. അത് വെച്ചാൽ ഒരുപാട് തിരുമ്മി ഉടയ്ക്കേണ്ട, നമുക്ക് ആ സ്ലൈസുകളൊക്കെ നെതിൽ തിരിച്ചിങ്ങനെ കൈകൊണ്ട് പതുക്കെ ഒന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1:45 ആയിട്ടുണ്ട് സമയം. ഉച്ചയ്ക്ക് 1:45 സമയം. അപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ സമയമായി, 2 മണി ആവാറായി. അപ്പോൾ ഞാൻ ഓർത്തു ഇതവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ചോറുണ്ടാകുമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറെന്ന് പറഞ്ഞത് കറികളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആപ്പിളിട്ട് വെച്ച മോരുകറി കേട്ടോ. ആപ്പിളിട്ട് നിങ്ങൾ മോരുകറി വെക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ആപ്പിളിട്ട് വെച്ച മോരുകറി, അതുപോലെ തന്നെ ചെറുപയർ ഒലത്തിയത്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക തോരൻ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കറികൾ കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടി ചെയ്യാനായിട്ട്. നമ്മുടെ 4 മണി പലഹാരത്തിൻ്റെ ബാക്കിയുള്ള പണികൾ ഊണ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ചോറുണ്ടിട്ട് വരാം കേട്ടോ. നല്ല കുത്തിരി ചോറ്, നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഇത്തിരി മോരുകറിയും അതുപോലെ തന്നെ ഇത്തിരി പയറും ഇത്തിരി വെണ്ടയ്ക്ക കൂടെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച്, ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ ഒരു ഉരുള കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം ഊണൊക്കെ കഴിച്ച് റെഡിയായി വന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ടാണ് അത്ര എടുത്തത്. അപ്പോൾ അതേത്തിന് നമ്മുടെ സവോള നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലേശം കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ അടുത്ത് കടലമാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മൈദ മാത്രമാണ് ചേർത്ത് കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടെ തിരുമ്മി ഉടയ്ക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഒരുപാട് ആവരുത് കേട്ടോ, പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി തിരുമ്മി വെച്ചതാണ് ഉപ്പ്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിയിൽ നിന്ന് കുറച്ച് ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് പരത്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്ന് പരത്തിയിട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഉള്ളിവടയാണ്. നല്ല മുരിഞ്ഞ ഉള്ളിവട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്.